എൻ്റെ അച്ഛൻ ഏറ്റവും മോശാരോഗ്യമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ വർഷങ്ങളോളം അവർക്കൊരു ട്രോമയായിരുന്നു. ഞാൻ പോയിരുന്ന കാലം മുഴുവൻ അവർക്കിടയിലുള്ള പ്രശ്നം അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ല, ഇതൊക്കെ അവരുടെ കേസിലും അവർക്ക് നേരത്തെ സംഭവിച്ചത് കൊണ്ട് അവർക്കും ഓക്കെ. അല്ലെങ്കിൽ ഈ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഷൈൻ്റെ അച്ഛൻ്റെ കേസിലും അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ അച്ഛനൊക്കെ വാർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ഈ അഡിക്ഷനൊക്കെ ആയിട്ട് നടക്കുന്നതെങ്കിൽ അവർക്ക് ഇത് മാനസികമായി താങ്ങാൻ പറ്റണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് ഷൈൻ മനസ്സിലാക്കി ഷൈൻ അതിൽ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് റിയാലിറ്റിയിലോട്ട് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എൻ്റെ കേസിലെന്ന് വെച്ചാൽ അന്നും ഇത് ആരുപയോഗിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ അച്ഛൻ ഇതിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ് ഇവരൊക്കെ. ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ അന്നും ഉണ്ടായിരുന്നു, അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അന്ന് സിന്തറ്റിക് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്നും അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഇതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റും ഈ സാധനങ്ങൾ എന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് എത്ര വർഷങ്ങളായിട്ട് ഈ ലഹരിയും വെള്ളവും മദ്യവും സിഗരറ്റും ഇതൊക്കെ ഉണ്ട്. ഇത് നിന്റെ ചോയ്സ് അല്ലേ, നീ ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ അച്ഛൻ്റെ സർക്കാസം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെ എങ്ങനെയാ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തമാശ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ വിഷനിൽ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനോട് ചോദിക്കുകയാണ്, രാജീവ് രവി നിങ്ങളുടെ സിനിമകളൊക്കെ രാഷ്ട്രീയ സിനിമകളാണ്, എനിക്ക് ദേഷ്യം തോന്നുന്നു, എനിക്ക് വേദന തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് എന്നൊരു കമന്റ് പറഞ്ഞു. എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ സാർ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയാണ്, ആൾക്ക് ദേഷ്യം തോന്നാൻ കാരണം ചിലപ്പോൾ രാജീവ് രവിനെ എൻ്റെ സിനിമകളെങ്ങനെ പിടിച്ച് കടിച്ചിട്ടുണ്ടാവുന്ന. അതങ്ങ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പൊട്ടിച്ചിരിക്കുക, നമ്മളും ചിരിക്കുകയാണ്. അത്രയും സീരിയസ് ആയിട്ടൊരു വിമർശനത്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലൊരു മറുപടി കൊടുക്കണത്. ഇത് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഞാൻ ചേട്ടനത് ഒരു നെഗറ്റീവായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഓരോ ആൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, പുള്ളിക്ക് ഒരു രീതി ഉണ്ടാവും, പുള്ളിയുടെ ഒരു സ്റ്റൈല് പറയാണ്, പുള്ളിയുടെ സംസാരിക്കുന്ന രീതി പറയാണ്, പുള്ളിയുടെ തമാശ പറയാണ്, പുള്ളിയുടെ എബിലിറ്റീസ് അതൊക്കെ പുള്ളി ജീവിച്ച് വളർന്ന സാഹചര്യം ചുറ്റുപാടൊക്കെ പറയുകയാണ്. ഞാൻ ജീവിച്ച് വളർന്നതും ഞാൻ പുള്ളിയുടെ മകനാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പുള്ളിയിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയോ ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പുള്ളി എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതുമാണ് എന്നെ ഞാനിപ്പോൾ എന്താണെന്നോ ഉള്ളത്. അപ്പം അത് ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കും, അച്ഛന്മാർ പകർന്നു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടാവും, അച്ഛന്മാരുടെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അച്ഛനും ഞാനുമായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ ഒരു സമയത്ത് നമ്മൾ 1-2 വർഷം ഒരുമിച്ചുണ്ടായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ കൂടുതൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ വരുന്നതൊക്കെ ഈ സമയത്താണ്. പക്ഷേ ചേട്ടാ എപ്പോഴെങ്കിലും ഒരു അച്ഛൻ മകൻ കോൺവെർസേഷൻ ഉണ്ടാവില്ലേ? ലൈഫിനെ പറ്റി, പ്രണയത്തെ പറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ ഒരു കോൺവെർസേഷൻ ഇല്ല. അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഹാർട്ട്ഫുൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പുള്ളി അത്തരത്തിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടി കൊടുത്ത് പുള്ളി അതിനെ കട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വിട്ടു ആ കോൺവെർസേഷനെ. അതുപോലെ അങ്ങനെ ഒരു ഡ്രാമ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഡ്രാമയുണ്ട്. എവിടെയാണെന്നറിയാമോ? തല്ലുപിടുത്തം, അടി, പറന്നടി, നെറ്റിക്കടി, മാറ്റം, അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ആ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. അത് ഡ്രാമയല്ലോ, അത് മറ്റേ ഫയറാണല്ലോ. ഞാൻ മകളുടെ കാര്യം ചോദിക്കട്ടെ, മകളിനെ എന്ത് പറഞ്ഞ് ധ്യാൻ ചേട്ടൻ ഉപദേശിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒന്നും നമ്മൾ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ കാരണം പുതിയ ജനറേഷനിൽ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്, 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ചിന്താഗതി, അപ്പൊ അതൊന്നും പരുവപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയണ്ടേ, ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ, അവർക്കൊരു സുഹൃത്ത് വരുന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടവും അവളെ കളിപ്പാട്ടം എടുത്തിട്ട് ഇവള് പോയിട്ട് ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യും ആരെങ്കിലും വരുന്ന സമയത്ത്. ഞാൻ പറയും അതൊന്നും ചെയ്യും, നമ്മൾ ഷെയറിങ് ചില ബേസിക് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഷെയർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. ചിലവർ വരുന്ന സമയത്ത് ഹലോ, ചില കുട്ടികൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം അത്, ഇവൾ അങ്ങനെയല്ല, ഇവൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എന്നാലും ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവള് മൈൻഡ് ചെയ്തൊക്കെ പോയിക്കളെ. അപ്പം അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മളെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് നമ്മൾ ഹായ് പറയണ്ടേ. ഞാൻ നാളെ നിൻ്റെ ഒരു സുഹൃത്ത് വരുമ്പോൾ ഞാൻ ഹായ് പറയുന്നത് നിനക്ക് വിഷമമല്ലേ?
അങ്ങനെ ഞാൻ കോൺവെർസേഷൻസിൽ ഇടപെടാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കോൺവെർസേഷൻ. അപ്പൊ യു റൈറ്റ്, മൈ ബാഡ് എന്നൊക്കെ അവള് പറയും. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പൊ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയാം. ഇപ്പൊ ഞാനത് പറഞ്ഞു അവർക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ ധ്യാൻ ചേട്ടന്റെ മകൾക്ക് ഒരു 10-25 വയസ്സൊക്കെ ആയിട്ട് ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരികയാണ്. അച്ഛാ, ഞാൻ ഇയാളെയാണ് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പോകുന്നത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ കൊണ്ടുവന്ന് എന്റെ അടുത്തോട്ട് വരേണ്ട പോലും കാര്യമില്ല. ഓക്കെ, അവളെ ആരെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അവൾ ആ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഞാനിപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടോ അവൾക്ക് ഇപ്പൊ നീയാണ് നീ എന്റെ മോനാണെങ്കിൽ അച്ഛാ ഞാൻ അതാണ്. ഓ, അത്രേ ഞാൻ പറയുള്ളൂ. നിന്റെ ജീവിതം, നിന്റെ ചോയ്സ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ? ഒരു ബേസിക്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയം നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്, ഇങ്ങനൊരു സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ലോകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? കാരണം ഈ കുഞ്ഞ് നമ്മൾ കടന്നുപോയി അത് അത്തരത്തിലുള്ള എല്ലാ ട്രോമയിലൂടെയും സ്ട്രഗിളിലൂടെയും ഒക്കെ കടന്നു പോകണം. ഇത് നമ്മുടെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ. മനസ്സിലാക്കും, സത്യമല്ലേ? പെട്ടെന്നൊരു മൈത്രയിലേക്ക് കടന്നുപോയി. പറഞ്ഞിട്ടുണ്ടോ? അപ്പോ അല്ല, ഇതൊക്കെ ഞാൻ എന്റെ കോളേജിലുള്ള സമയത്ത് ഞാൻ എന്തിനാ ജനിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ പോലെ. അപ്പോ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. മനസ്സിലായില്ല? അപ്പം ആ കുഞ്ഞിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ബേസിക് അത് പ്രൊവൈഡ് ചെയ്യുക. ബേസിക് മാനേഴ്സ്, അവയർനെസ്, സിവിക് സെൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കുക. തെറ്റ് ശരിയൊക്കെ അവൾ ഇതാക്കണം. പിന്നെ അവൾക്ക് റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് അവൾ വീണ് പഠിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പ്രണയബന്ധം അങ്ങനെയാ പഠിച്ചത്. ഞാൻ മനസ്സിലായി, യു ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്സ്. ഓക്കെ, യു ഷുഡ് ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്പ്. അവൾക്ക് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടാവട്ടെ, അതിൽ നിന്നൊക്കെ അവൾക്കൊരു പഠനം ഉണ്ടാവട്ടെ, അവൾ വീണ് പഠിക്കട്ടെ. അത്രേ കാര്യമുള്ളൂ. ഒരുപാട് ട്രോളുന്ന ബേസില് അശ്വമേധത്തില് 11 ചോദ്യങ്ങൾ വരെ ജി.എസ്. പ്രദീപിനോട് ചോദിച്ച് പിടിച്ചു തന്നൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ളത് നമ്മളൊക്കെ ഈ അടുത്ത് കണ്ടു. അതൊരു കാര്യമില്ല. അവന് ചെറിയ പ്രായത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത പോലത്തെ എസ് ഓർ നോ മാത്രം പറയുന്നതുകൊണ്ടാണ്. അത് വെച്ചിട്ട് അവന്റെ ഇന്റലക്റ്റിനെ നമുക്ക് അളക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അംഗീകരിക്കും മനുഷ്യ. അവൻ ആ ചെറിയ പ്രായത്തിൽ 9ാം ക്ലാസ്. അപ്പൊ ഉദയകുമാർ ഡാൻസർ അല്ലേ? അപ്പൊ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ അന്ന് കുട്ടിയല്ലേ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മോനെ ഇങ്ങനെ എസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി, അവിടെ പോയി ഇരുന്നാൽ മതി. അങ്ങനെ പോയി ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അന്നത്തെ ബേസിലിന്റെ ഐക്യൂനൊന്നും അളക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഐക്യൂ ഒന്നും അളക്കാൻ അല്ല, നല്ലതാ. അതിന് തോറ്റല്ലോ. ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കഷന് പോലും കാര്യമുണ്ട്. ഡിസ്കഷന്റെ പോലും ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഗിറ്റാറൊക്കെ പിടിച്ചൊരു പടം ഇട്ടായിരുന്നു പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ. അത് ശ്രദ്ധിച്ചിരുന്നോ? പാട്ടിലും എനിക്ക് പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. അവൻ എന്തിലാ ഇതിന്റെ പേരെന്താ? പ്രാവീണ്യം പ്രാവീണ്യം അതില്ലാത്തത്